നമസ്കാരം. ദ പ്രസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2 ദിനപത്രങ്ങൾ ഒപ്പം ഒരു പേപ്പറുമാണ് ഇന്ന് പരിഗണനയ്ക്കെടുക്കുന്നത്. മാതൃഭൂമിയും ഗൾഫ് മാധ്യമവും അതുപോലെ തന്നെ ദേശാഭിമാനിയുടെ പേപ്പറുമാണ് ഇന്ന് വിശകലനത്തിനായി എടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ദിലീപിനെ വെറുതെ വിട്ട കേസ് തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പത്രങ്ങളെല്ലാം തന്നെ 1ാം പേജിൽ നൽകിയിരിക്കുന്നത്. അതേസമയം ഗൾഫിലെ ദേശാഭിമാനിയുടെ എഡിഷനിൽ ഇതല്ല, ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയാണ് 1ാം വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്തിരുന്നത് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി തന്നെയാണ്. കോടതി എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്ന ചോദ്യമാണ് കേരളം മൊത്തം ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം. അതിൽ കോടതിയുടെ മുന്നിലെത്തിയ പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കി ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കാതെ പോയതാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി മാറ്റിയവരെല്ലാം കൂറുമാറിയവരെല്ലാം തന്നെ സ്വാധീനിച്ചതാണോ, ദിലീപ് സ്വാധീനിച്ചതാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും കൊഴുക്കുകയാണ്. ഏതായാലും പത്രത്തിൽ ഇന്ന് 2 തരത്തിലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയാകട്ടെ സൂത്രധാരൻ ആര് എന്ന പ്രസക്തമായ ചോദ്യം തന്നെയാണ് തലക്കെട്ടായി തന്നെ കൊടുത്തിരിക്കുന്നത്. കാരണം പൾസർ സുനി അടക്കമുള്ള 6 പേർ മാത്രമാണ് ഇപ്പോൾ കേസിൽ കുറ്റക്കാരായിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും കോടതി വെറുതെ വിട്ടു, ദിലീപിനെ അടക്കം. ഇതിലൊരു ഗൂഢാലോചന നടന്നതായി കോടതി തെളിയിക്കാനായിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഗൂഢാലോചന നടന്നിട്ടില്ലേ അപ്പോൾ എന്ന ചോദ്യം ഉയരുന്നു. ഇതിൻ്റെ സൂത്രധാരൻ ആർക്കായിരുന്നു നടിയോട് ഇത്രയും വൈരാഗ്യമുണ്ടായിരുന്നത് എന്ന ചോദ്യം ഉയരുന്നു. ഇത് ആണ് പ്രധാനപ്പെട്ട മാതൃഭൂമി സൂത്രധാരൻ ആര് എന്ന ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത്. ദിലീപിനെ വെറുതെ വിട്ടു എന്നാണ് മാധ്യമത്തിന് തലക്കെട്ട്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 6 പ്രതികൾ കുറ്റക്കാർ, ശിക്ഷ 12-ന്. ദിലീപിനെ വെറുതെ വിട്ടു. ദിലീപിനെ വെറുതെ വിട്ടു എന്നതാണ് ഏറ്റവും വലിയ വാർത്തയായി നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പടം എന്ന് പറയുന്നത് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അഭിഭാഷകരടക്കമുള്ളവർ സെൽഫി എടുക്കുന്ന ചിത്രമാണ്, ആളുകൾ സെൽഫി എടുക്കുന്ന ചിത്രമാണ്, വളരെ ആഘോഷപൂർവ്വം സെൽഫി എടുക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതേ പടം കൈകൂപ്പി ഇറങ്ങി വരുന്ന ദിലീപിൻ്റെ പടം മാധ്യമവും നൽകിയിട്ടുണ്ട്. ഒപ്പം പ്രതികൾ ഓരോരുത്തരായി കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പടവും മാധ്യമം നൽകിയിരിക്കുന്നു. അതേസമയം പ്രതികളുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പടം, പഴയ പടം ആണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇനിയും ചോദ്യങ്ങൾ കുറേ ബാക്കിയുണ്ട്. പൾസർ സുനിയും സംഘവും ആർക്കു വേണ്ടി ഇത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്ന ചോദ്യങ്ങളെല്ലാം ബാക്കിയുണ്ട് എന്ന കാര്യം ഇത് പറയുന്നു. തിരക്കഥ എന്ന പേരിൽ പ്രത്യേകം ആണ് മാതൃഭൂമി ഇക്കാര്യത്തിൽ വാർത്ത നൽകിയിരിക്കുന്നത്. കഥ എന്ന് പറയുന്നത് ഇതെന്തായിരുന്നു സംഭവം, 2017 ഫെബ്രുവരി 17-നുണ്ടായ ആ സംഭവം വിശദീകരിക്കുന്നു. അത് കഴിഞ്ഞ് തിരക്കഥ, സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്ന ആരോപണം ഉയർന്നിരുന്നു. അതേ വർഷം തന്നെ ദിലീപ് അറസ്റ്റിലായതും ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്ത്. ആ കാര്യങ്ങളെല്ലാം പറയുന്നു. തിരക്കഥയിൽ ഉണ്ടായിരുന്ന 28 പേർ കൂറുമാറി മൊഴി മാറ്റി പറഞ്ഞു. പ്രമുഖരായ സാക്ഷികളുണ്ടായിരുന്നു. അതിൽ സിദ്ദിഖുണ്ടായിരുന്നു, നടന സംവിധായകൻ നാദിർഷയുണ്ടായിരുന്നു, നടി ഭാമയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്. അങ്ങനെ നിരവധി പേർ, സിനിമാ രംഗത്ത് നിന്ന് തന്നെ നിരവധി പേർ ഇതിൽ മൊഴിമാറ്റിയവരുണ്ട്. ദിലീപിൻ്റെ ഭാര്യയായ കാവ്യയുണ്ട്, കാവ്യയുടെ സഹോദരനുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദര ഭാര്യയുണ്ട്. അങ്ങനെ ഇതിൽ ദിലീപിൻ്റെ വീട്ടിലെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. അങ്ങനെ മൊഴി മാറ്റിയ ആളുകളുടെ എണ്ണം 28 ആ 28 പേരുടെ മൊഴികളിലാണ് ഈ കേസ് തകർന്നു പോയത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ട്. മാത്രവുമല്ല, പ്രോസിക്യൂഷൻ മാപ്പ് സാക്ഷിയായ 10-13 പ്രതികളുണ്ടായിരുന്നു. 14 പ്രതികൾ. ഈ പ്രതികളെല്ലാം തന്നെ ഒരു ഗുണവും കോടതിയിൽ ചെയ്തില്ല എന്നാണ്. അതിലൊന്ന്, ദിലീപിലേക്ക് ഈ ഗൂഢാലോചനയുടെ ഇത് സാധൂകരിക്കുന്ന രീതിയിൽ എത്തിച്ച ആദ്യം എയറിൽ മാത്രമായിരുന്നു ദിലീപിൻ്റെ പേരുണ്ടായിരുന്നതിൽ പോലും ഒരു തെളിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദിലീപിന് പൾസർ സുനി അയച്ച കത്ത് കൊണ്ടുകൊടുത്ത വ്യക്തിയായിരുന്നു അതിലെ ഒരു സാക്ഷി. പക്ഷേ അദ്ദേഹത്തിന് പോലും കൃത്യമായ രീതിയിൽ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താനോ സാധിച്ചില്ല. മാത്രവുമല്ല, പ്രോസിക്യൂഷൻ 3 തവണയാണ് പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകൻ കേസിൽ നിന്ന് പിന്മാറുകയുണ്ടായത്. 3ാമത്തെ അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് മിനിയാണ് അവസാനം കേസ് പൂർത്തീകരിച്ചത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വലിയ തരത്തിലുള്ള തിരിച്ചടി പ്രോസിക്യൂഷന് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡിഫൻസ് ലോയറുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഈ 221 സാക്ഷികളിൽ
കൂറുമാറാത്ത സാക്ഷികൾ പലപ്പോഴും വിയർക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരം. ഇതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു കോടതിയിൽ നടന്നിരുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരിക്കുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. സർക്കാർ ഇതിന് അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി കൂടിയായ പി രാജീവ് പറഞ്ഞിരിക്കുന്നു. അതിജീവിതയ്ക്ക് പൂർണ്ണമായ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് ഇതിനുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, മഞ്ജു പറഞ്ഞതോടെയാണ് തനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യർക്കെതിരെ ഒരു ഒളിയമ്പ് ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയോ പറഞ്ഞു. ഒപ്പം തന്നെ ഒരു മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെയും ദിലീപ് ഇതിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി എന്ന് ആരോപിക്കുന്നു. അതിനൊപ്പം മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ഗൂഢാലോചനയ്ക്ക് കൂടെ നിന്നു എന്നും ദിലീപ് ആരോപിച്ചിരുന്നു. ഇതെല്ലാമാണ് പത്രങ്ങൾ ചോദിച്ചിരിക്കുന്നത്. മുമ്പ് ഹൈക്കോടതി ചോദിച്ചപ്പോൾ പൾസർ സുനിക്ക് പിന്നിൽ ആര് എന്ന ചോദ്യവും മാതൃഭൂമി എടുത്തു ചോദിച്ചിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ ലൈംഗിക പീഡന കേസ്, ബാംഗ്ലൂരിൽ നിന്നുള്ള യുവതി നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി. അതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘ തലവയെ പൂങ്കുഴലി ബാംഗ്ലൂരിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. രാഹുൽ ഭയം കൊണ്ടാണ് താൻ പരാതി നൽകാതിരുന്നതെന്നാണ് ആ യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അതിക്രൂരമായി തന്നെ ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ ചതിയിൽപ്പെടുത്തിയത് എന്നും മൊഴി നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ കേസിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വാദം നടക്കുകയാണ്. അതിൽ വാദം പൂർത്തിയാകുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത്, കടുത്ത നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അത് രാഹുലിനൊരു ആശ്വാസമാണ്. നാളെയാണ് ഈ കേസിൽ വിധി വരുന്നത്. ഇതും പ്രധാനപ്പെട്ട വാർത്തയിൽ തന്നെ ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. മുൻ MLA കൂടിയായ CPM ഇടത് സഹയാത്രികനായ സംവിധായകനുമായ KT കുഞ്ഞുമുഹമ്മദിൻ്റെ പേരിൽ ഒരു സ്ത്രീപീഡന കേസ് വന്നിരിക്കുന്നു. സ്ത്രീത്വത്തിന് നേരെ, സ്ത്രീപീഡനം എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീത്വത്തിന് നേരെ അതിക്രമം നടത്തി എന്നാണ് കേസ്. അത് IFFKയുടെ സിനിമ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കിടെയായിരുന്നു ഇത് ഉണ്ടായത് എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചലച്ചിത്ര രംഗത്തുള്ള ഒരു വനിത തന്നെയാണ് പരാതി നൽകിയത്. അത് കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷന് കൈമാറി അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നാണ് PT കുഞ്ഞുമുഹമ്മദ്. മനസ്സിൽ പോലും താൻ ഇങ്ങനെ കരുതിയിരുന്നില്ല എന്ന് പോലും PT കുഞ്ഞുമുഹമ്മദ് എൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഈ വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. മാധ്യമം അത് ഉൾപേജിലാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെ നൽകിയിരിക്കുന്നത് ഇതാണ്. മാതൃഭൂമിയിൽ ഒരു പ്രത്യേക വാർത്ത കൂടിയുണ്ട്. കടമക്കുടി റോക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. കൊച്ചിയിലുള്ള ഒരു സ്ഥലമാണ് കടമക്കുടി, ഒരു പഞ്ചായത്ത് തന്നെയാണ്. ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമാണ് കടമക്കുടിയുടെ. പൊക്കാളിപ്പാടങ്ങളും അതുപോലെ തന്നെ അരുവികളുമെല്ലാമുള്ള അതിമനോഹരമായ സ്ഥലമാണ് കടമക്കുടി. ആ കടമക്കുടിയെക്കുറിച്ച് നേരത്തെ നമ്മുടെ മഹേന്ദ്രയുടെ ഉടമ, മഹീന്ദ്ര വാഹന നിർമ്മാതാക്കളുടെ ഉടമയായ ആനന്ദ് മഹീന്ദ്ര അദ്ദേഹത്തിൻ്റെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ അദ്ദേഹം കാണാൻ കഴിഞ്ഞ ദിവസം വന്നതാണ് ആ വാർത്ത. കടമക്കുടി റോക്സ്, താർ റോക്സ് എന്ന വാഹനം ഓടിച്ചുകൊണ്ടാണ് അദ്ദേഹം കടമക്കുടി കാണാനായി എത്തിയത്. ആ വണ്ടിയുടെ പേര് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കടമക്കുടി റോക്സ് എന്ന മനോഹരമായൊരു തലക്കെട്ട് എഴുതിക്കൊണ്ട് ആ വാർത്ത മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. കടമക്കുടിയിലെ ആനന്ദ് മഹീന്ദ്ര പകർത്തിയ ഒരു ചിത്രവും ഇതിനൊപ്പം നൽകിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഒന്നാം പേജിൽ മാതൃഭൂമി ഇന്ന് 7 ജില്ലകളിൽ വോട്ടെടുപ്പാണ് എന്ന വാർത്ത നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിഗോ കുറ്റം സമ്മതിച്ചു എന്ന വാർത്തയും, അതായത് സർവീസുകൾ മുടക്കം സംഭവിച്ചതിൽ കുറ്റം സംബന്ധിച്ച് GCDAക്ക് DGCAക്ക് കഴിഞ്ഞ ദിവസം അവർ മറുപടി നൽകി. ആ മറുപടിയിലുള്ളതാണ് വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് 2-3 പേജുകളിൽ, അതായത് ഗൾഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്ന പേജുകളിലേക്ക് പോകാം. ഉസ്ബെക്കിസ്ഥാൻ ഹീറോയായി തിരൂർ സ്വദേശി എന്നൊരു വാർത്തയാണ് മാധ്യമം ഇതിൻ്റെ 2-ാം പേജിൽ നൽകിയിരിക്കുന്നത്. വിമാനത്തിൽ വെച്ച് വിമാനയാത്രയിൽ യുവതിയുടെ ജീവൻ രക്ഷിച്ച മലയാളിയായ മലപ്പുറം തിരൂർ സ്വദേശിയുടെ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി ആയിരുന്നു. അയാൾ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ഹീറോയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീസ് മുഹമ്മദാണ് മനോഹരമായ അല്ലെങ്കിൽ മികച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. അദ്ദേഹത്തെക്കുറിച്ച് താഷ്കന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. വിമാനത്തിൽ വെച്ച് യുവതിക്ക്, ഒരു ഉസ്ബെക്കിസ്ഥാൻ യുവതിക്ക്
വയ്യാതെയായപ്പോൾ വേണ്ട മെഡിക്കൽ സഹായം നൽകിയ അദ്ദേഹമാണ് ജീവൻ രക്ഷപ്പെടുത്തിയതാണ് പ്രധാനപ്പെട്ട വാർത്തയായി രണ്ടാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ദുബൈയിൽ ഷെയർ ടാക്സി സർവീസ് വ്യാപിപ്പിക്കുന്നു എന്ന വാർത്തയും രണ്ടാം പേജിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. 6 മാസ പരീക്ഷണ ഓട്ടം ഉടൻ ആരംഭിക്കുമെന്ന് മാധ്യമത്തിൻ്റെ രണ്ടാം പേജ് വാർത്തയാണ്. ഒപ്പം തന്നെ റാസൽ ഖൈമയിൽ 2000 കണ്ടൽ ചെടികൾ ആസ്റ്റർ നട്ടുപിടിപ്പിച്ചു എന്ന 500 വളണ്ടിയർമാർ ചേർന്ന് ഇത് നടത്തിയത്, ഈ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചു എന്ന വാർത്തയുണ്ട്. ദുബൈയിൽ 2 റെസിഡൻഷ്യൽ മേഖലകൾ കൂടി പ്രഖ്യാപിച്ചു എന്ന വാർത്ത. പുതിയ 152 പാർക്കുകളും 33 കിലോമീറ്റർ സൈക്ലിംഗ് പാതകളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഷെയ്ഖ് ഹംദാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായ കാര്യങ്ങൾ ഒരു ബോക്സ് വാർത്തയെ തന്നെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ രണ്ടാമത്തെ പേജിലുള്ള വാർത്ത എന്ന് പറയുന്നത് പുതുവർഷത്തിൽ ഷെയ്ഖ് സായിദ് ഉത്സവത്തിൽ 62 മിനിറ്റ് വെടിക്കെട്ടുണ്ടാകുമെന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം ദുബൈയിലെ ഷെയറിംഗ് ടാക്സി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന വാർത്ത മാതൃഭൂമിയും അതിൻ്റെ 3-ാം പേജിൽ ഗൾഫ് വർത്തമാനം പേജിൽ നൽകിയിട്ടുണ്ട്. UAE ഇന്ത്യ വിമാനയാത്രാ നിരക്കിൽ 30% വർധനയുണ്ടായി. ശൈത്യകാല അവധിയും ഇൻഡിഗോയുടെ പ്രതിസന്ധിയുമാണ് ഇതിന് വഴിവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും, സ്കൂളുകൾക്ക് ഇപ്പോൾ ശൈത്യകാല അവധിയാണ്, ആ വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നു. അബുദാബിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 24,000 കോടി ദിർഹം അനുവദിച്ചു എന്ന വാർത്തയും മാതൃഭൂമിയുടെ ഇതിലുണ്ട്. പലയിടത്തും ക്രിസ്മസ് കരോൾ തുടങ്ങി എന്ന വാർത്ത ഷാർജ സെയിൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്നുള്ള കരോൾ സംഘത്തിൻ്റെ പടത്തോടുകൂടി മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഇനി ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് മുതൽ കേരളത്തിൽ 2 ഘട്ടങ്ങളായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഉള്ളത്. ഒപ്പം നടിയെ ആക്രമിച്ച കേസിലെ കൂടുതൽ വിശദാംശങ്ങൾ, മെമ്മറി കാർഡ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപേജുകളിൽ കൂടുതൽ വാർത്തകൾ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശാടനം എന്ന പേരിലുള്ള പേജിൽ, സ്പെഷ്യൽ പേജിൽ മാധ്യമം പറയുന്ന ഇടതിന് മേൽക്കൈ ഉണ്ട്. അതായത് വടക്കൻ അംഗത്തിൽ, അതായത് ഇന്ന് കൊട്ടിക്കലാശമാണ് തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള 7 ജില്ലകളിൽ, കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ. അവിടെ ഇടതിന് മേൽക്കൈ ഉണ്ട്, എന്നാൽ UDF നില മെച്ചപ്പെടുത്തുമെന്ന രീതിയിലുള്ളൊരു വാർത്ത അവർ നൽകിയിരിക്കുന്നു. വോട്ട് ചെയ്യാൻ വരൂ, ഞങ്ങളിതാ എത്തിയെന്ന് പറഞ്ഞ കാൽനടയായി ദുർഘടപാത താണ്ടി 56 പോളിംഗ് ഉദ്യോഗസ്ഥർ ഇടമലക്കുടിയിൽ എത്തിയതിൻ്റെ വാർത്തയും ബോക്സ് വാർത്തയും മാധ്യമം അവരുടെ പടത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. അങ്ങനെ വോട്ട് ചെയ്യാൻ ഗവർണറും എത്തുന്നു, സ്ഥാനാർത്ഥികളുടെ മരണം, 2 തിരഞ്ഞെടുപ്പ് മാറ്റി തുടങ്ങിയ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഉൾപേജുകളിൽ നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയും അതുപോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം മാതൃഭൂമിയുടെ ഇതിന് ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ലോക്സഭയിൽ പ്രത്യേക ചർച്ച നടന്നു എന്ന വാർത്തയാണ്. അത് മാധ്യമവും നൽകിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങി വന്ദേ മാതരത്തെ കോൺഗ്രസ് പിച്ചു ചീന്തി എന്ന് മോദി ആരോപിച്ചു. എന്നാൽ മോദി ചരിത്രം തിരുത്തിയെഴുതുകയാണെന്ന് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയായിരുന്നു ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. പ്രിയങ്ക BJP ഒറ്റയ്ക്ക് നേരിടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. വന്ദേ മാതരത്തെ എങ്ങനെ ആണ് ദേശീയ ഗീതമാക്കി മാത്രമേ കൺസിഡർ ചെയ്യാനാവുള്ളൂ എന്ന കോൺഗ്രസ് നിലപാടെടുത്തത് എന്ന കാര്യം മോദി പകുതി മാത്രം പറഞ്ഞു വെച്ചപ്പോൾ, പകുതി പറഞ്ഞപ്പോൾ ആ മറച്ചുവെച്ച കാര്യങ്ങൾ കൂടി പ്രിയങ്ക പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആർക്ക് കത്തെഴുതി ടാഗോറിനെ കാണാൻ ആരാണ് നിർദ്ദേശിച്ചത്, നെഹ്റുവിനോട് ആവശ്യപ്പെട്ടത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗം ഇന്നലെ സോഷ്യൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധി സംസാരിച്ചതെങ്കിൽ അതിൽ BJPക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇന്നലെ സാധിച്ചിട്ടില്ല. വന്ദേ മാതരം സംസാരിക്കുന്നതിനിടയിൽ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ എത്ര തിരഞ്ഞെടുപ്പ് തോറ്റാലും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും പ്രിയങ്ക ഗാന്ധി പറയുകയുണ്ടായി. അങ്ങനെ ആ കാര്യം ആണ് ഉൾപേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാധ്യമവും ഉൾപേജിൽ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണെങ്കിൽ, എഡിറ്റോറിയൽ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2 പത്രത്തിൻ്റെയും എഡിറ്റോറിയൽ പേജിലും ഓപ്പഡും
എഡിറ്റോറിയൽ പേജിലും ഉള്ളത്, ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിലും ഉള്ളത് മൊത്തം അതിജീവിത അല്ലെങ്കിൽ ഇന്നലത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നാൾ വഴികൾ തുടങ്ങിയത് മുതൽ ഇന്നലെ വരെയുള്ള നാൾ വഴികൾ മാധ്യമം നൽകിയിരിക്കുന്നു. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടി ബീന പോളിൻ്റെ ലേഖനം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം ലൈൻ ഒരു ചിത്രം, ഗ്രാഫിക്കൽ ചിത്രമായി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന എനിക്കെതിരെയാണ് തുടങ്ങിയതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിടത്തുനിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം ദിലീപ് ഭാര്യ കാവ്യയ്ക്കും മകൾക്കും ഒപ്പം മറ്റ് സഹോദരിമാർക്കെല്ലാം ഒപ്പം നിന്നുകൊണ്ട് എടുക്കുന്ന വീട്ടിലെത്തിയ ശേഷം പത്മസരോവരം എന്ന വീട്ടിലെത്തിയ ശേഷം എടുത്ത പടവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ധൈര്യമാവും കേസിൻ്റെ ഭാവി എന്ന് ഉമാ തോമസിനുമായി ബന്ധപ്പെട്ട് PT തോമസാണ് ഈ കേസിൽ ഉറച്ചു നിന്ന നേതാവ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്, അന്ന് തൃക്കാക്കര MLA ആയിരുന്ന PT തോമസിൻ്റെ ഇടപെടൽ കൊണ്ടാണ് കേസ് ഇത്രയും എത്തിയത് എന്ന് ഉമാ തോമസ് ഓർമ്മിപ്പിക്കുന്നു. കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിജയാഹ്ലാദത്തോടെ തംസപ്പ് ചിഹ്നവുമായി ഇറങ്ങി വരുന്ന ദിലീപിൻ്റെ വലിയൊരു പടം തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാധ്യമം ചോദിക്കുന്ന നാടകാന്തം സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഇതിൻ്റെ കോടതിക്ക് പുറത്ത് സംഭവിച്ചതിൻ്റെ സമയരേഖ നൽകിയിരിക്കുന്നു. അതിജീവിത എന്നും കൂടെ ചേർത്ത് അതിജീവിതൻ ആണോ എന്ന് ചിഹ്നത്തോടു കൂടി ഇതിൽ എഴുതിയിരിക്കുന്നു. മാതൃഭൂമി ഈ വിഷയം തന്നെയാണ് എഡിറ്റോറിയലിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ, മാതൃഭൂമി മാത്രമല്ല ദേശാഭിമാനിയും ഇതേ വിഷയം തന്നെയാണ് എഡിറ്റോറിയലായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിജീവിതയോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അതിജീവിത ചെറുത്തുനിൽപ്പുകൾക്കൊപ്പം ഇനിയും നിലകൊള്ളാനാണ് നീതിബോധം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ഇതിൻ്റെ എഡിറ്റോറിയലിൽ മാതൃഭൂമി എടുത്തു പറയുന്നത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണോ ഇതിലെ പ്രതികൾ? ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടില്ലേ? സൂത്രധാരൻ ഒന്നും ഇല്ലേ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ കൂസാതെ നിയമ പോരാട്ടം നടത്തിയ അതിജീവിതയെ വീണ്ടും അഭിവാദ്യം ചെയ്യേണ്ട സന്ദർഭമാണിത് എന്ന കാര്യം എഡിറ്റോറിയലിലൂടെ മാതൃഭൂമി ഓർമ്മിപ്പിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച BR ഗവായ് ഒരു അഭിമുഖത്തിൽ പരിഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ്, അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ ആരംഭിച്ചത് പോലും. ഇന്ന് ഇന്ത്യയിൽ ജഡ്ജിമാർ അനുഭവിക്കുന്ന വലിയ ആദി സർക്കാരിനെതിരെ വിധി പറഞ്ഞില്ലെങ്കിൽ മോശം ന്യായാധിപനായി വിലയിരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. കോടതി വിധികളെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ പ്രതീക്ഷയും പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധി പുറപ്പെടുവിക്കുന്നതിന് പലപ്പോഴും നീതിപീഠത്തിനുള്ള പരിമിതിയുള്ള പൊരുത്തക്കേട് ജസ്റ്റിസ് ഗവായ് പറഞ്ഞതിലുണ്ട് എന്നല്ല. വികാരങ്ങളല്ല, വസ്തുതകളും തെളിവുകളും ആണ് കോടതി പരിഗണിക്കുക എന്നത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. സുപ്രീം കോടതി നടത്തുന്ന ഭരണഘടന സംബന്ധിയായ വിധികൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതികൾ ക്രിമിനൽ കേസുകളിൽ പുറപ്പെടുവിക്കേണ്ട ഉത്തരവുകൾക്ക് വരെയുള്ള ഇത് ബാധകമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസ് പറഞ്ഞിരുന്നു, ഇതിൽ കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സത്യം എന്തു തന്നെയായാലും കോടതിക്ക് വിധിക്കാനാവുള്ളൂ. അവിടെ തെളിവുകൾ തെളിയിക്കപ്പെടണം. എന്നാൽ മാത്രമേ കോടതിക്ക് വിധി പുറപ്പെടുവിക്കാനാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഗവായ് പറഞ്ഞതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധി ഒരുപക്ഷെ കോടതിയിൽ നിന്ന് വരാത്തത് ഇതുകൊണ്ടാണ്, തെളിവുകൾ എത്തുന്നില്ല എന്നതുകൊണ്ടാണ്. ഭരണകൂടത്തിനെതിരെ വിധി പറഞ്ഞാലും വിധി പറയാൻ പലരും മടിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതൊരു വലിയൊരു മാനസികമായ പ്രശ്നമായി മാറുകയാണ് എന്ന തരത്തിലുള്ള മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ഇന്ന് ത്രിതല പഞ്ചായത്തുകളുടെ അവകാശങ്ങൾ നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ. തിരിച്ചറിവിൻ്റെ വിധിയെഴുത്ത് എന്ന പേരിലാണ് മാധ്യമം ഇതിൻ്റെ അധികാരാവകാശങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള വഴികൾ ആലോചിക്കുന്ന പകരം കക്ഷി രാഷ്ട്രീയ വഴക്കുകളിൽ പ്രചാരണത്തെ കുരുക്കിടാൻ ശ്രമമാണ് ഇത്തവണ പ്രചരണത്തിൽ കണ്ടത്. തുടങ്ങിയ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ദേശാഭിമാനിയാകട്ടെ നിലകൊള്ളുന്നത് പൂർണ്ണനീതിക്കായി സർക്കാർ നിലപാട് വ്യക്തം എന്നാണ് നടിയെ ആക്രമിച്ച കേസിലെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ എന്തെല്ലാം സ്വീകരിച്ചു, സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഈ സർക്കാർ ഇടത് സർക്കാരായിരുന്നു 2017 കേസ് നടക്കുമ്പോൾ മുതലുള്ളത്, അന്ന് മുതൽ എന്തെല്ലാം ചെയ്തു എന്ന കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. സർക്കാരിൻ്റെ ഇടപെടലാണ് കേസ് ഇതുവരെയെങ്കിലും എത്തിച്ചത്. വനിതാ ജഡ്ജി വേണം കേസ് പരിഗണിക്കാനെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിനൊപ്പം സർക്കാർ കക്ഷി ചേർന്ന് തുടങ്ങി. സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുകയും ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ, എഡിറ്റോറിയലിലെ ഏറ്റവും അവസാന ഭാഗത്തെത്തുമ്പോൾ പക്ഷേ രാഷ്ട്രീയം അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ആലുവ നഗരസഭയുടെ
പരിപാടിയിൽ ദിലീപിനെ പങ്കെടുപ്പിച്ചത് കേരളം മുഴുവൻ ഞെട്ടി എന്ന തരത്തിലുള്ള ഒരു വാർത്ത. അതായത് UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ആലുവ. അവിടെ ഈ ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു എന്നതിൽ രാഷ്ട്രീയം കൂടി ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട് എഡിറ്റോറിയൽ എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ. പൂർണ്ണ നീതി ലഭിക്കാനായി ഹൈക്കോടതി സമീപിക്കുന്നു. P. രാജീവ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കേണ്ട സർക്കാർ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അവസാനം എത്തുമ്പോൾ ഒരു രാഷ്ട്രീയം, സ്വാഭാവികമായും ദേശാഭിമാനിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ദേശാഭിമാനി ഈ വിഷയത്തിൽ അതിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകൾ പറയുന്ന ഒരു പത്രം തന്നെയാണ്. കാരണം CPMൻ്റെ ജിഹ്വയാണ്. ആ ഒരു തലത്തിൽ തന്നെ ആ എഡിറ്റോറിയൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി മറ്റു പേജുകളിലേക്ക് പോവുകയാണെങ്കിൽ നെല്ല് സംഭരണത്തിൽ കുത്തനെ ഇടിവുണ്ടായി എന്നതാണ് മാതൃഭൂമി ഒരു പ്രധാന വാർത്തയായിട്ട് തന്നെ നൽകിയിരിക്കുന്നു. പാലക്കാട് ആലത്തൂരിൽ നിന്നുള്ള വാർത്തയാണ്. നെല്ല് വിറ്റഴിച്ചതും ഉൽപ്പാദനം കുറഞ്ഞതും സംഭരണം കുറയാൻ കാരണമായി എന്നും ഈ വാർത്തയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. സ്പോർട്സ് പേജിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 മത്സരം നടക്കാൻ പോവുകയാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തകളാണുള്ളത്. കട്ടക്കിലാണ് കളി നടക്കുന്നത്. കട്ടക്കളി എന്ന പേരിൽ മാതൃഭൂമി തലക്കെട്ട് എഴുതിയിരിക്കുന്നു. ഇടയ്ക്കൊരു ചുനിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ കളർ മാറ്റി വെച്ചതുകൊണ്ട് കട്ടക്കളി എന്ന് ഒറ്റ വായിക്കാം, അല്ലെങ്കിൽ കട്ടക്കളി എന്നും വായിക്കാം. അതേസമയം ആ വാർത്ത തലക്കെട്ട് കട്ട എന്നാണ് മാധ്യമം അതിന് തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ 2 തലക്കെട്ടുകളാണ് 2 പത്രങ്ങളും നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത ടെസ്റ്റ് പൂർണ്ണമായും പരാജയപ്പെട്ട ശേഷം നടക്കുന്ന ഏകദിന മത്സരത്തിൽ 2-1 ഇന്ത്യ പരമ്പര നേടിയത്. അത് വലിയ വാശിയേറിയ മത്സരത്തിനൊടുവിലാണ്. ഏറ്റവും ഒടുവിലെ മത്സരത്തിലാണ് ഇന്ത്യ വിജയിച്ച് പരമ്പര സ്വന്തമാക്കിയത്. ഇനിയുള്ളത് T20 ആണ്. ഈ T20യുടെ വാർത്തയിൽ തലക്കെട്ട് ലോകകപ്പിലേക്ക് തുടക്കം എന്നാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. എന്നാൽ വേദിയുടെ പേര് വെച്ചുകൊണ്ട് തന്നെ മനോഹരമായ രീതിയിൽ, സർഗാത്മകമായ രീതിയിലാണ് മാതൃഭൂമിയും മാധ്യമവും ഇക്കാര്യത്തിൽ തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. നെയ്മറിന് നന്ദി, സാൻഡോസ് തുടരും. നെയ്മർ അടിച്ച ഗോളിൻ്റെ പേരിൽ സാൻഡോസിന് ഇന്നലെ തരംതാഴ്ത്തൽ ഭീഷണി ഒഴിവാക്കി. സാൻഡോസ് ക്ലബിന് തരംതാഴ്ത്തൽ ഭീഷണി ഒഴിവായ കളി. അപ്പോൾ നെയ്മറിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഉയർത്തെഴുന്നേറ്റ് സാൻഡോസ് എന്ന പേരിൽ ഇതേ വാർത്ത തന്നെ മാധ്യമവും നൽകുന്നു. അങ്ങനെ സ്പോർട്സ് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൻഫീൽഡ് വിടാനൊരുങ്ങി മുഹമ്മദ് സലാം. തുടരെ 3 കളികളിലും ബെഞ്ചിൽ എന്നീ മുഹമ്മദ് സലാം ലീഗിലെ മികച്ച താരമായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇത്തവണ ലിവർപൂളിനായി 34 കളികളിൽ 18 ഗോളുകളാണ് 33-കാരനായ ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ അടിച്ചുകൂടിയത്. തുടർന്ന് ക്ലബ്ബുമായിട്ട് 2 വർഷത്തെ കരാർ പുതുക്കി. എന്നാൽ താരം ആൻഫീൽഡിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ എന്നാണ് വരുന്ന സൂചനകൾ. ഒരു കാലത്ത് ഏറ്റവും മികച്ച താരമായി, ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഘോഷിക്കപ്പെട്ട താരമായിരുന്ന സലയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ തുടരെ 3 കളികളിലും ബെഞ്ചിൽ തന്നെയാണ് ഇരിക്കുന്നത്. കളിക്കാൻ 11 ഇറങ്ങുന്നില്ല. കഴിഞ്ഞ 10 കളിയിൽ 2 ജയം മാത്രമാണ് ലിവർപൂളിന് നേടാൻ സാധിച്ചത്. കിരീട നിലനിർത്തൽ പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. എന്നിട്ടും സല പുറത്തിരിക്കുന്നു. അതുകൊണ്ട് സല ക്ലബ്ബ് വിട്ടേക്കുമെന്ന സൂചനയാണ് മാതൃഭൂമിയുടെ വാർത്തയിലുള്ളത്. രാജസ്ഥാൻ റോയൽസ് അതിൻ്റെ ഓഹരി വിൽക്കാൻ ശ്രമം നടത്തുന്നു എന്ന വാർത്തയും മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തന്നെ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് നടക്കുന്നു എന്നാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇന്ന് മറ്റ് ജില്ലകളിൽ, ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിൽ ഇന്ന് കലാശക്കൊട്ട് നടക്കുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവിടെയും ബൂത്തിലേക്ക് പോകും. 13-നാണ് തിരഞ്ഞെടുപ്പ് ഫലം വരിക. ഏതായാലും ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തുക, സംവിധാനം അവകാശം വിനിയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദ പ്രസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.